ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസങ്ങളില് നമ്മൾ 56-ാമത്തെ ശ്ലോകം വളരെ വിശദമായിട്ട് നോക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിരുന്നു. അനുഭൂതോപ്യയം ലോകോ വ്യവഹാരക്ഷമോപിസൻ അസദ്രൂപോ യഥാ സ്വപ്നഃ ഉത്തരക്ഷണബാധതഃ. അപ്പോ സ്വപ്നത്തിലെ ഒന്നും ഉണർന്നു കഴിയുമ്പോ നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. ഉത്തരക്ഷണബാധതഃ, എണീറ്റ ഉടനെ അതെല്ലാം നീക്കപ്പെടുന്നതിനാൽ, റിജക്റ്റ് ആകുന്നതിനാൽ, ഉത്തരക്ഷണ, എണീറ്റ ഉടനെ, എപ്പോഴാണോ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു. അതിലെ ആ ഉത്തരക്ഷണബാധതഃ, എണീറ്റാൽ ഉടനെ എന്നുള്ളതിനെ ഇനിയത്തെ ശ്ലോകത്തില് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിശദീകരണം ആചാര്യസ്വാമികൾ തരികയാണ്. സ്വപ്ന അവസ്ഥയിൽ ജാഗ്രത്തിലെ ഒന്നും പ്രയോജനപ്പെടുന്നില്ല എന്നും കൂടെ പറയും. സ്വപ്ന അവസ്ഥയില് ജാഗ്രത്തിലെ ഒന്നും പ്രയോജനപ്പെടുന്നില്ല. അതിനാൽ ജാഗ്രത്തിലെ ലോകവും മിഥ്യ. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് പറയാണ്. സ്വപ്നത്തിലെ ഒന്നും ജാഗ്രത്തിൽ പ്രയോജനപ്പെടുന്നില്ല, അതുപോലെ ജാഗ്രത്തിലെ ഒന്നും സ്വപ്നത്തിലും പ്രയോജനപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് പിന്നെ വിശദമായിട്ട് നോക്കാം. സ്വപ്നോ ജാഗരണേ ലീകഃ സ്വപ്നേപി ജാഗരോ നഹി ദ്വയമേവ ലയേ നാസ്തി ലയോപി ഹ്യുഭയോർന ച. സ്വപ്നോ ജാഗരണേ ലീകഃ സ്വപ്നേപി ജാഗരോ നഹി ദ്വയമേവ ലയേ നാസ്തി ലയോപി ഹ്യുഭയോർന ച. ഇതാണ് 57-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിന്റെ വിശദീകരണം നമുക്ക് പറയാം. കഴിഞ്ഞ ശ്ലോകത്തിന്റെ വിശദീകരണമാണ് ഇവിടെ പറയാം. അല്ലെങ്കിൽ അവസ്ഥാത്രയ വിവേകത്തിൽ മൂലമായിട്ടുള്ള സർവ സൃഷ്ടിയുടെയും മിഥ്യാത്വം. അവസ്ഥാത്രയ വിവേകത്തിൽ എന്താണ് അവസ്ഥകൾ? 3 അവസ്ഥകൾ. അവസ്ഥാത്രയം, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. അതിനെയാണ് അവസ്ഥാത്രയം. അപ്പോ അതിനെ സർവസൃഷ്ടിയുടെ അതുമൂലമായിട്ടുള്ള സർവസൃഷ്ടിയുടെയും മിഥ്യാത്വത്തെ ഇവിടെ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 3 അവസ്ഥകളും മിഥ്യ എന്നൊരു രീതിയിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ നമുക്കത് ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആചാര്യസ്വാമി പറയുന്നു അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ അപ്പോഴേ മിഥ്യാത്വം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുകയുള്ളൂ എന്ന് പറയുന്നു. കാരണം പറഞ്ഞല്ലോ, നേരത്തെ അതിന്റെ കാരണം പറഞ്ഞു. അനുഭവം സത്യം 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 എന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മൾ എത്രയോ ജന്മജന്മങ്ങളായിട്ട്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ധാരാളം ശ്ലോകങ്ങൾ ആചാര്യസ്വാമി ഇവിടെ തന്നിട്ടുണ്ട്. അതിലൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് വായിച്ച് വിചാരം ചെയ്ത് ഉറയ്ക്കണം. നമുക്ക് നോക്കാം. അവസ്ഥാത്രയ വിവേകം ചെയ്ത് സൃഷ്ടിക്കപ്പെട്ട എല്ലാം മിഥ്യ എന്ന് ആണ് പറയുന്നത്. ജാഗ്രത്തിൽ വന്നാൽ സ്വപ്നത്തിലെ ഒന്നും പ്രയോജനപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞു, പ്രയോജനത്തിന്റെ കാര്യം പറഞ്ഞു. ഓരോ വസ്തുവും വരുമ്പോൾ അതിന്റെ പ്രയോജനം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ സ്വപ്നത്തിലെ ഒന്നും ജാഗ്രത്തിൽ പ്രയോജനപ്പെടുന്നില്ല. അതിനാൽ അത് വെറും കൽപ്പനയാണ്, ഉണ്മയല്ല, സത്യമല്ല എന്ന് നമുക്കറിയാം. അതൊന്നും സത്യമല്ല, ഉണ്മയല്ല. അതേസമയം സ്വപ്നത്തിൽ അനുഭവമുണ്ട്. വെള്ളം കുടിക്കുന്നു, സ്വപ്നത്തിൽ ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുന്നു, ആരോ വെള്ളം തരുന്നു, വെള്ളം കുടിക്കുന്നു, ദാഹം മാറുന്നു സ്വപ്നത്തില്. അവിടെ അനുഭവമുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ തിയറി എന്താ? അനുഭവം സത്യമാണെന്ന് നമ്മൾ സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അനുഭവം സത്യമാകണ്ടേ? ഉണരുമ്പോ
ദാഹമുണ്ടാകാൻ പാടില്ല. പക്ഷെ ആ സമയം ഉണർന്നു കഴിഞ്ഞപ്പോ നല്ല ദാഹമുള്ള ഒരാളായിരുന്നു, അയാൾക്ക് ഉണർന്നു കഴിഞ്ഞപ്പോൾ നല്ല ദാഹമുണ്ട്. അപ്പോ ജാഗ്രത്തില് വെള്ളം കുടിക്കുമ്പോഴേ അത് മാറുന്നുള്ളൂ. സ്വപ്നത്തിൽ വെള്ളം കുടിച്ച് ദാഹം മാറിയത് ഇവിടെ ദാഹം മാറ്റുന്നില്ല. അപ്പൊ അങ്ങനെ സ്വപ്നത്തിലേതൊന്നും ഇവിടെ പ്രയോജനപ്പെടുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെയെന്നാൽ ജാഗ്രത, ഞാൻ മരിക്കുന്നവരെ ഈ ജാഗ്രത ഉണ്ടല്ലോ. ഈ ജാഗ്രത എവിടെ വരെ ഉണ്ട്? മരണം വരെ ജാഗ്രത ഉണ്ട്. മരിക്കും വരെ അനുഭവങ്ങളുണ്ട്, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, പലതും അനുഭവിക്കുന്നു മരിക്കുന്നത് വരെ. പ്രയോജനം തന്നുകൊണ്ടേയിരിക്കുന്നു ജാഗ്രത്തിൽ ഓരോന്നും. ഓരോ വസ്തുവും ജാഗ്രത്തിൽ പ്രയോജനം തരുന്നു. ജനിച്ച മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ മരണം വരെ ജാഗ്രത്തിലെ ഓരോന്നും ഓരോരോ പ്രയോജനവും തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോയ ശേഷം നമുക്ക് ഏതൊക്കെ വസ്തുക്കൾ പ്രയോജനം ചെയ്യുന്നുകൊണ്ടിരുന്നുവോ അവ പലതും അടുത്ത ആൾക്കാർക്കും പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ മരിച്ച ശേഷം കുടുംബത്തിന് പ്രയോജനം ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ പലതും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രയോജനം ചെയ്തിരുന്നു, നമ്മൾ മരിച്ചു, അതിനുശേഷം മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുന്നുണ്ട്. ചിലത് കൂടുതൽ പ്രയോജനം ചെയ്യും മറ്റുള്ളവർക്ക്, നമുക്കുണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതൽ. ഇയാളൊന്നും ചത്താ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ. അപ്പോ അവർക്കൊക്കെ നമ്മളെക്കാട്ടിലും കൂടുതൽ പ്രയോജനം ചെയ്യും നമുക്ക് ഉണ്ടായിരുന്ന ആ പ്രയോജനപ്പെട്ട വസ്തുക്കൾ, ഇല്ലേ? അങ്ങനെ ചില കേസുണ്ട്. ഇങ്ങനൊന്ന് മരിച്ച എത്ര മാത്രം ആ കുടുംബം രക്ഷപ്പെട്ടതിനെന്ന് പറയുന്നവരുണ്ട്, അല്ലേ? ഇപ്പൊ നല്ല ക്യാൻസർ ആയിട്ട് കിടക്കുന്നു, ഒരുപാട് പൈസ ചെലവായി, കണ്ടമാനം പിന്നെയും ചെലവായിക്കൊണ്ടിരിക്കുക. ആ കുടുംബമാണെങ്കിൽ ഒരുപാട് ദാരിദ്ര്യത്തിലുള്ളവരാണ്. അപ്പൊ സാധാരണ എന്തു പറയും? ഒന്നും പറയണം, ഭഗവാനെ എങ്ങനെ കഷ്ടപ്പെടുത്താതെ അദ്ദേഹം പോയിരുന്നെങ്കിൽ ആ കുടുംബമെങ്കിലും രക്ഷപ്പെട്ടേനെ എന്ന് പറയും. അപ്പൊ ആർക്കാണ് കൂടുതൽ പ്രയോജനം? മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണ് കൂടുതൽ പ്രയോജനം, അവരുടെ സമ്പത്തിനെ കുറിച്ച്. ഇങ്ങനെയൊക്കെ നമ്മൾ ഭൂമിയിൽ എന്തെല്ലാമോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കെ ജാഗ്രത്തിലെ ജഗത് വസ്തുക്കൾക്ക് പ്രയോജനമില്ല എന്നെങ്ങനെയാ പറയണേ? അതൊക്കെ മിഥ്യയാണ്, അന്ന് പ്രയോജനമില്ല എന്നെങ്ങനെ പറയും എന്നാണ് ചോദ്യം. വളരെ വലിയ ഗഹനമായ ചോദ്യമല്ലേ? ഇങ്ങനെ ഇരിക്കെ ഏത് നമുക്കോ പ്രയോജനം ചെയ്യുന്നുണ്ട് ജീവിതത്തില്, മരിച്ച ശേഷം മറ്റു പലർക്കും പ്രയോജനം ചെയ്യുന്നു, ചിലർക്ക് അധിക പ്രയോജനം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ജാഗ്രത് വസ്തു പ്രയോജനമില്ലെന്ന് എങ്ങനെ പറയും? ഞാൻ ഇരിക്കുന്നത് വരെ എനിക്ക്, അതിനുശേഷം മറ്റുള്ളവർക്കും പ്രയോജനമുണ്ട്. അതിനാൽ ജാഗ്രത് ലോകത്തിലെ വസ്തുക്കൾക്ക് പ്രയോജനമില്ല എന്ന് എങ്ങനെ പറയും? വീണ്ടും വീണ്ടും അതാ പറയണം, എങ്ങനെ അത് പറയും? ആചാര്യസ്വാമി പറയുന്നു, ജാഗ്രത് അവസ്ഥയിലുള്ള എല്ലാ വസ്തുക്കളും സ്വപ്ന അവസ്ഥയിൽ പ്രയോജനപ്പെടുന്നില്ലല്ലോ. ജാഗ്രത് അവസ്ഥയിൽ ഉള്ള എല്ലാ വസ്തുക്കളും സ്വപ്നാവസ്ഥയിൽ പ്രയോജനപ്പെടുന്നില്ല, സംശയമില്ല. സ്വപ്നലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ച ഒന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. അതിന് ജനക മഹാരാജാവിന്റെ കഥ ഇവിടെ പറയും. ജനക മഹാരാജാവിന്റെ കഥ എന്ന് പറഞ്ഞാൽ, ജനക മഹാരാജാവിന് ഒരു സ്വപ്നം ഉണ്ടായി. അദ്ദേഹം സ്വപ്നത്തില്, ചുരുക്കിയേ പറയുന്നുള്ളൂ, വേറെ വലിയ വിസ്തരിച്ച കഥയാണത്, നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട്. അദ്ദേഹം സ്വപ്നത്തില് അതിദീനനായ ഭിക്ഷക്കാരനായിരുന്നു. സ്വപ്നത്തില് അതിദീനനായ ഭിക്ഷക്കാരനായിരുന്നു. വലിയ സ്വപ്നം, കുറെ സമയം സ്വപ്നം കണ്ടു, ദാരിദ്ര്യം, വിശപ്പ്, ഭിക്ഷയാചിക്കുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ. പെട്ടെന്ന് ഉണർന്നു, സാധാരണ നമുക്കൊക്കെ സംഭവിക്കുന്ന പോലെ ഉണർന്നു. അപ്പോൾ എവിടെയാ രാജാവ്? എവിടെയാ കിടന്ന് ഉറങ്ങുന്നേ? നല്ല വലിയ മാളികയില്, രാജകൊട്ടാരത്തിലാണ് ഉറങ്ങുന്നത്. ഈ ദാരിദ്ര്യവും പിച്ചക്കാരനൊന്നും അല്ല, നന്നായിട്ട് രാജാവായിട്ട് തന്നെ മാളികയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, സ്വപ്നത്തിലെ ഞാനാണോ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന ഞാനാണോ സത്യം? അല്ലെ? അത് നമുക്കൊന്നും അങ്ങനെ ചിന്ത ഉണ്ടാവില്ല, കാരണം നമ്മൾ അത്രയും വലിയ ഐക്യവും അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വിചാരം ചെയ്യുന്നവരൊന്നുമല്ല, നമ്മളൊരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം അങ്ങനെയല്ലോ. ജനക മഹാരാജനെ കുറിച്ച് കേട്ടിട്ടില്ലേ?
മുക്തപുരുഷനായിട്ട് ജീവിച്ച രാജാവ്, മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, മുക്തപുരുഷനായ രാജാവ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചിന്തയുടെ ഒക്കെ എന്താ പറയാ, എന്തുമാത്രം ഹൈ ലെവൽ തിങ്കിങ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്. ഏതാണ് സത്യം? ഇപ്പൊ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഏതാണ് സത്യം? സ്വപ്നത്തിലെ ആ അവസ്ഥയിലാണോ സത്യം? ഈ ജാഗ്രതത്തിലെ ഇതാണോ സത്യം? നമ്മൾ എന്ത് പറയും? സ്വപ്നം സത്യമല്ല, കാരണം ഈ ജാഗ്രതയിലെ ഒന്നും അവിടെ പ്രയോജനപ്പെടുന്നില്ല, അതുകൊണ്ട് സ്വപ്നം സത്യമല്ല എന്ന് നമ്മൾ പറയും. സ്വപ്നത്തിലെ ഒന്നും ഇവിടെയും പ്രയോജനപ്പെടുന്നില്ല, പക്ഷെ ഇവിടെ നമുക്ക് അനുഭവമുണ്ട്. നമ്മൾ പറയും ഇവിടെ അനുഭവം ഉണ്ടല്ലോ, ഇതാണല്ലോ സത്യം. അനുഭവമുണ്ട്, എല്ലാത്തിനും അനുഭവമുണ്ട്. തിരിച്ചതേപോലെ ചോദിക്കാല്ലേ, നമ്മളോട് ചോദിച്ചാലോ, സ്വപ്നത്തിൽ നിങ്ങൾ അനുഭവിച്ചില്ലേ? ഉണ്ടല്ലോ, കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, എല്ലാം ഉണ്ട് സ്വപ്നത്തിൽ. സകല കാര്യങ്ങളും ജാഗ്രതയിലെ സകലത അവിടെയും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അനുഭവം സത്യമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അനുഭവിക്കുന്ന സമയത്ത് സത്യം എന്ന് തോന്നും, അത്രേ ഉള്ളൂ. ആക്ച്വലി സത്യമാണോ? അല്ല, അല്ല എന്ന് നമ്മൾ പറയണം. മറ്റുള്ളവരെ, സാധാരണക്കാരനോടല്ല ഈ ചോദ്യങ്ങളൊന്നും. ഇതെല്ലാം ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഇത് നമ്മളെ പരസ്പരം ഷെയർ ചെയ്യുന്നതും വേദാന്തം പഠിക്കുന്നവരോടാണ്. ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നവരോടാണ്, സാധകന്മാരോടാണ് ഈ സംസാരിക്കുന്നത്. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ആ വിചാരം പറയുന്നത്. സാധാരണ ഒരാളുടെ ഈ വിചാരം പറയേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ പൊട്ടനാന്ന് പറയും അല്ലേ. ഓ, രാജാവ് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുള്ള, രാജാവിന് അറിയാമല്ലേ സ്വപ്നം ഏതാണ് സത്യം ഏതാണെന്ന് അറിയാമല്ലേ, അതെന്നാ ചോദ്യം എന്ന് സാധാരണക്കാരൻ പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം ചിന്തിച്ച ചിന്ത വളരെ വലിയ ചിന്തയാണ്. ഏതാണ് സത്യം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വേദാന്ത പഠനം ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം മുക്തപുരുഷനാവുകയും ചെയ്തു. അപ്പോ ഇതേപോലെ ആയിരിക്കണം നമ്മളുടെയും വേദാന്ത പഠനം. അപ്പൊ സ്വപ്നത്തിലെ ഞാനാണോ, ഇപ്പോൾ ഉണർന്നിരിക്കുന്ന ഞാനാണോ സത്യം എന്ന വിചാരം അദ്ദേഹം വിചാരം ചെയ്യാൻ ആരംഭിച്ചു. ഏത് സ്വപ്നം എന്ന സംശയമായി. അങ്ങനെ വിചാരം ചെയ്ത് ജ്ഞാനിയായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിചാരം ചെയ്ത് ജ്ഞാനിയായി. അവിടെ എത്താത്ത വലിയ ഋഷിമാരില്ല, അവിടെ നടക്കാത്ത സത്സംഗങ്ങളില്ല ആ രാജധാനിയിൽ. അത്രയും ഗംഭീരമാണ് ജനക മഹാരാജാവിന്റെ കഥ. അപ്പൊ അങ്ങനെ ജാഗ്രത്തിലെ ഒന്നും സ്വപ്നത്തിൽ പ്രയോജനം ചെയ്യുന്നില്ല. സ്വപ്നത്തിൽ പ്രയോജനം ചെയ്യുകയാണെങ്കിൽ രാജാവായിട്ടിരിക്കുന്ന ഒരാള് ഭിക്ഷക്കാരനാകണോ സ്വപ്നത്തില്? എന്നിട്ട് മറ്റുള്ളവരുടെ ഭിക്ഷ ചോദിക്കുക, വീട് തോറും കയറി ഇറങ്ങുന്നു ആര്? ഒരു രാജാവ്. അപ്പൊ ജാഗ്രതയിലെ രാജാവാണ് അദ്ദേഹം. സ്വപ്നത്തില് അതൊന്നും പ്രയോജനം ചെയ്തില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നു ഈ സ്വപ്നം കാണുന്നത് കൂടുതൽ ഭക്ഷണം കഴിച്ചാലാണെന്ന്. സാധാരണ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ സ്വപ്നം കാണുന്നൊരു ചൊല്ലുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, കുറച്ച് കൂടുതൽ കഴിച്ചു, അപ്പൊ എന്തുണ്ടായി? വിശപ്പുണ്ടാവോ കുറയുവോ? കൂടുതൽ കഴിച്ചപ്പോ വിശപ്പ് നന്നായിട്ട് മാറി. അയ്യോ, മതിയെന്നായി. ഉറങ്ങാൻ കിടന്നു, ഉറങ്ങി, സ്വപ്നാവസ്ഥയിലേക്ക് പ്രവേശിച്ചു. സ്വപ്നത്തില് എന്താ പറയാ, സഹിക്കാൻ മേലാത്ത വിശപ്പ്. ഓരോ വീട്ടിലും ചെന്ന് ചോദിക്കുക, ഭക്ഷണം തരാവോ, എന്തെങ്കിലും തരാവോ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഭിക്ഷക്കാരനായിട്ട് നടക്കുക. അതെങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ഫുള്ള് വയറ് കഴിഞ്ഞ് വിശപ്പ് മാറിയതാവാ, കിടന്നുറങ്ങി അല്ലെ. കൂടുതൽ കഴിച്ചാലാണ് സ്വപ്നം കാണണമെന്ന് പറഞ്ഞു. ശരി, കൂടുതൽ കഴിച്ച് സ്വപ്നം കണ്ടാൽ സ്വപ്നത്തിൽ വിശപ്പുണ്ടാകാൻ പാടുവോ? അപ്പോ അതും ഇതും തമ്മിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാഥാർത്ഥ്യമല്ല. അപ്പോ അടുത്ത ചോദ്യം വരുന്നു, സ്വപ്നം കാണുവാൻ കാരണമായ ജാഗ്രത്തിലെ ശരീരം നന്നായി വിശപ്പ് മാറ്റിയിരുന്നു അല്ലേ? സ്വപ്നം കാണാൻ കാരണമായ ഈ ശരീരം, ജാഗ്രത്തിലെ ഈ ശരീരം, അത് ഓർക്കണം. സ്വപ്നം കാണാൻ കാരണമായ ജാഗ്രത്തിലെ ഈ ശരീരം നന്നായി വിശപ്പ് മാറ്റിയിരുന്നു, നല്ല ഭക്ഷണം ധാരാളം കഴിച്ചിരുന്നു. എന്നാൽ
ആ ഭക്ഷണം സ്വപ്നത്തിൽ പ്രയോജനപ്പെട്ടില്ലല്ലോ. തിരിച്ച് ഉള്ള സംഗതിയാണ്. സ്വപ്നത്തിലേത് ജാഗ്രതയിൽ പ്രയോജനപ്പെട്ടില്ല എന്ന് പറയുന്നതിന്റെ ശക്തമായിട്ട് തിരിച്ച് ഒരു ഉദാഹരണം പറയുകയാണ്. ഉദാഹരണമല്ല, ശരിക്കും നടക്കുന്ന കാര്യം തന്നെയാണ്. ജാഗ്രത്തില് നന്നായി ഭക്ഷണം കഴിച്ചു, വിശപ്പ് പൂർണ്ണമായിട്ടും മാറി, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു. പക്ഷേ സ്വപ്നത്തില് അതൊരു പ്രയോജനവും ചെയ്തില്ല. സ്വപ്നത്തിൽ അയാൾ വിശപ്പിലാണ്. അയാൾ കണ്ട സ്വപ്നത്തിൽ അയാൾ വിശന്ന് വലഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. ജാഗ്രതയിൽ കൂടുതൽ കഴിച്ചു. അതാണ് സാധാരണ ആൾക്കാർ പറയുന്നത്, കൂടുതൽ കഴിച്ചുകൊണ്ട് ആ സ്വപ്നം കണ്ടത്. ശരി, അപ്പൊ ഇതിന്റെ സാരം എന്താണ്? കഥയുടെ അല്ലെങ്കിൽ ആ സംഗതിയുടെ സാരം എന്താണ്? ജാഗ്രത്തിലെ ഒന്നും സ്വപ്നത്തിൽ പ്രയോജനപ്പെടുന്നില്ല. അടിവരായിട്ട് എഴുതിക്കൊള്ളുക. ജാഗ്രത്തിലെ ഒന്നും സ്വപ്നത്തിൽ പ്രയോജനപ്പെടുന്നില്ല. അതിനാൽ സ്വപ്നാവസ്ഥയിലെ ഒന്നും ജാഗ്രത്തിൽ പ്രയോജനപ്പെടാത്തതുപോലെ തന്നെയാണ്. അല്ലേ? നമ്മൾ ഇതേവരെ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടില്ല, സത്യം പറയാം. സ്വപ്നത്തിലെ ഒന്നും ജാഗ്രതയിൽ പ്രയോജനപ്പെടുത്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതേസമയം ഈ അപരോക്ഷാനുഭൂതിയുടെ ആചാര്യസ്വാമികളുടെ ഈ ശ്ലോകം പഠിക്കുന്നിടം വരെ ജാഗ്രത്തിലെ ഒന്നും സ്വപ്നത്തിൽ പ്രയോജനപ്പെടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഈ ചിന്ത ഇപ്പോഴാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് ഈ അപരോക്ഷ അനുഭൂതി എന്ന ആ ഗ്രന്ഥത്തിന്റെ മഹത്വം. ഇതിനാണ് നല്ല ഗുരുക്കന്മാരെ കിട്ടണം എന്ന് പറയുന്നത്. അപ്പൊ ആചാര്യസ്വാമിയുടെ ഈ പുസ്തകം വായിച്ചാലല്ലേ ഈ വക ചിന്തകൾ മനസ്സിൽ വരുള്ളൂ. അപ്പോഴല്ലേ നമ്മൾ ഒരു പടി കൂടെ മുന്നോട്ട് പോകുള്ളൂ. അല്ലെ? ഇത് വലിയൊരു ചിന്തയല്ലേ, നിസ്സാര ചിന്തയല്ലത്. ജാഗ്രത്തിലെ ഒന്നും സ്വപ്നത്തിൽ പ്രയോജനപ്പെടുന്നില്ല. ചിന്തിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല. സ്വപ്നം കാണും, എനിക്ക് കഴിയും. അല്ലാതെ ഏതെവിടെ പ്രയോജനപ്പെടുന്നു, ഏതെവിടെ പ്രയോജനപ്പെടുന്നില്ല, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇത് വേദാന്തത്തിൽ ശരിയായിട്ട് അടിയുറച്ച് വേദാന്തം പഠിക്കാൻ പോയാൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. ഇങ്ങനെ വന്നാലേ ജഗത്തിന്റെ മിഥ്യാത്വം ഉള്ളിൽ ഉറയ്ക്കുകയുള്ളൂ. രണ്ടും മിഥ്യയാണ്. രണ്ടും മിഥ്യയാണ്. ഏതാണ്? സ്വപ്നവും അവിടെ വസ്തുക്കളും മിഥ്യയാണ്. അതേപോലെ ഇവിടെയും ജാഗ്രത്തിലെയും എല്ലാം മിഥ്യയാണ്. അല്ലെങ്കിൽ ഇതവിടെ പ്രയോജനം, അല്ലെങ്കിൽ അവിടുത്തെ ഇവിടെ പ്രയോജനപ്പെടണം. രണ്ടും രണ്ട് സ്ഥലത്തും ഒറ്റക്കെട്ടിയിരിക്കുന്നു എന്നല്ലാതെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പ്രയോജനം ഉണ്ടാകുന്നില്ല. സത്യം അല്ല. അതായത് സ്വപ്നത്തിന് നാം എന്ത് വാലിഡിറ്റി കൊടുക്കുന്നുവോ, എത്രത്തോളം റിയാലിറ്റി കൊടുക്കുന്നുവോ, അതേ റിയാലിറ്റി ജാഗ്രത് അവസ്ഥയ്ക്കും നാം കൊടുക്കണം എന്നാണ് ഈ താല്പര്യം. അവിടത്തെ അതിനെന്തുമാത്രം റിയാലിറ്റി കൊടുക്കുന്നുണ്ട്, അത്രയും റിയാലിറ്റിയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ശരിയാകത്തില്ല. അങ്ങനെ വേണ്ടേ നോക്കാൻ. അങ്ങനെ നോക്കുമ്പോ എന്തായി? രണ്ടും പരസ്പരം പ്രയോജനപ്പെടുന്നില്ല. അവിടത്തെ വസ്തു ഇവിടെ പ്രയോജനപ്പെടുന്നില്ല, ഇവിടത്തെ വസ്തു അവിടെ പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ വേറൊരു ചോദ്യം, ഉറക്കത്തെ സത്യം എന്ന് പറയുന്നു. ഉറക്കം സത്യം അല്ലെ? ഉറക്കം സത്യമാണെന്നാണ് പറയുന്നത്. ഉറക്കം സത്യം എന്ന് വയ്ക്കാം. ഉറക്കം സത്യമാണെങ്കിൽ നീ ആഴ്ന്ന ഉറക്കത്തിലേക്ക് വീഴുന്നു. ആ ആഴ്ന്ന ഉറക്കത്തില് എന്താ ഉള്ളത്? അടുത്ത സ്റ്റേജാണ്. ഉറക്കത്തെ ഒരു ചോദ്യമായിട്ട് വരികയാണ്. ഉറക്കത്തെ സത്യം എന്ന് വെക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഉറക്കം സത്യമാണ്, നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലോ, സത്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ശരി, ആഴ്ന്ന ഉറക്കത്തിലേക്ക് നമ്മൾ ചെല്ലുന്നു. ഏതവസ്ഥയാണ്? ജാഗ്രത കഴിഞ്ഞു, സ്വപ്നത്തിലേക്ക് പ്രവേശിച്ചു, സ്വപ്നം കഴിഞ്ഞു, ആഴ്ന്ന ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. മൂന്നാമത്തെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി. അപ്പോ അവിടെ എന്തുണ്ടായി? ജാഗ്രതുമില്ല, സ്വപ്നവുമില്ല. ജാഗ്രത്തിലെ ഒരു സമ്പാദ്യവും അവിടെ പ്രയോജനപ്പെടുത്തില്ല. സുഖത്തിന് വേണ്ടി സമ്പാദിച്ചത്, ജാഗ്രത്തിൽ സുഖമുണ്ടാക്കാൻ വേണ്ടി സമ്പാദിച്ചതൊന്നും തന്നെ അവിടെ ഇല്ല. പക്ഷേ ആഴ്ന്ന ഉറക്കം സുഖമാണോ ദുഃഖമാണോ?
നല്ല ചോദ്യമല്ലേ? ഉറക്കം സത്യമാണ് എന്ന് പറഞ്ഞു. ശരി, ഉറക്കം സത്യമാണെങ്കിൽ ജാഗ്രത കഴിഞ്ഞു, സ്വപ്നവും കഴിഞ്ഞു, ഉറക്കത്തിൽ ആഴ്ന്ന ഉറക്കത്തിലേക്ക് സുഷുപ്തിയിലേക്ക് മൂന്നാമത്തെ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ജാഗ്രതയിൽ ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട്. കാരണം പണം കൊണ്ട് സുഖമായിട്ടിരിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ ആവശ്യമുള്ളതെല്ലാം മേടിക്കാം, അനുഭവിക്കാം, സുഖം എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സമ്പാദിച്ചു. ഓക്കെ, ആ സുഖത്തിന് വേണ്ടി സമ്പാദിച്ചത് ഒന്നും തന്നെ ഈ ആഴ്ന്ന ഉറക്കത്തിലില്ല, ഒന്നുമില്ല. പക്ഷേ ആഴ്ന്ന ഉറക്കം എന്താണ് തരുന്നത്? ആഴ്ന്ന ഉറക്കം തരുന്നത് സുഖം ആണല്ലോ. എല്ലാവർക്കും അല്ലേ സുഖമായി ഉറങ്ങി, അല്ലെങ്കിൽ ഉറക്കം ശരിയായില്ലെന്നല്ലേ പറയുള്ളൂ. സുഖമില്ലാതെ ഉറങ്ങിയെന്നാരെങ്കിലും പറയൂ? ഇല്ല, ഉറക്കം സുഖമായില്ല. ദാറ്റ് മീൻസ് ഉറക്കം എന്നത് സുഖമാണ്. എപ്പോഴും സുഷുപ്തി എപ്പോഴും സുഖമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഒരു ചിന്ത പോലും ഇല്ലാതെയുണ്ട്, മനസ്സോ സൂക്ഷ്മ ശരീരവും കൂടെ അടങ്ങും. ആ സമയത്താണ് സുഷുപ്തി ആവുന്നത്. സ്ഥൂല ശരീരം നേരത്തെ അടങ്ങും, പിന്നെ സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരം ഉണ്ടാവും, അതും അടങ്ങും. പിന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം അവയും അടങ്ങും. ഒന്നുമില്ല, ഞാൻ മാത്രം സ്ഫുരിച്ചുകൊണ്ടിരിക്കും. ഞാൻ മാത്രം അവിടെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. നേരത്തെ നമ്മളിതൊക്കെ വിശദമായിട്ട് നോക്കിയതാണ്. ഞാൻ സുഖമായി ഉറങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ ആ സുഖം തന്നത് ജാഗ്രത്തിൽ സമ്പാദിച്ച പണമല്ല, സ്വപ്നത്തിൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒന്നുമല്ല, അല്ലാതെ കണ്ട് ഒരു സുഖം അവിടെ അനുഭവിച്ചു. അപ്പോ അതൊന്നും ഇവിടെ പ്രയോജനം ചെയ്തില്ല. ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും ഒന്നും ഇവിടെ പ്രയോജനം ചെയ്തില്ല. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സാരം. പണം, പ്രശസ്തി എല്ലാത്തിനെയും ഡിസ്ഐഡന്റിഫൈ ചെയ്യുന്ന സുഖം അവിടെ ഉണ്ടായി. പണത്തെ അവിടെ എടുത്തില്ല, പ്രശസ്തിയെ എടുത്തില്ല, സ്ഥാനമാനങ്ങളെ എടുത്തില്ല, ഒന്നിനെയും എടുത്തില്ല. കൂടെയുള്ളവരെ എടുത്തില്ല, ജനിച്ചുപോയവരെ എടുത്തില്ല, ജനിക്കാൻ പോകുന്നവരെ എടുത്തില്ല, ആരെയും എടുത്തില്ല. ഒന്നും ഇല്ലാതെ കണ്ടൊരു സുഖം അനുഭവിച്ചു. നമ്മൾ ആ സുഖത്തിനെ കുറിച്ച് ഇതേവരെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല? ഉണ്ടോ? ആ സുഖത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നല്ലാതെ ആ സുഖം എങ്ങനെ കിട്ടി എന്നുള്ളതിനെ ഓർക്കാറുണ്ടോ? ഇല്ല. എല്ലാം ത്യജിച്ചപ്പോഴാണ് അവിടെ സുഖമുണ്ടായത്. അറിഞ്ഞുകൊണ്ട് ത്യജിച്ചതല്ല, ഈശ്വരൻ ഓരോ ദിവസവും കാണിച്ചു തരുന്നു ഇതാണ് യഥാർത്ഥ സുഖം എന്ന്. എല്ലാം വിടൂ, എല്ലാത്തിനും വിട്ടു നോക്കൂ, നിങ്ങൾക്ക് ഈ സുഖം അനുഭവിക്കാം. ഇത് ജാഗ്രതയിലിരുന്നു കൊണ്ട് ചെയ്യാം. അതാണ് ധ്യാനത്തിലൊക്കെ നല്ല രീതിയിൽ ധ്യാനം ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ. ഇപ്പൊ സാധാരണ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ധ്യാനമല്ല, അത് പല സുഖഭോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ധ്യാനം, ശരീരം നന്നാക്കാനുള്ള ധ്യാനം, മനസ്സ് നന്നാക്കാനുള്ള ധ്യാനം, കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ധ്യാനം, ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ പല 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 ധ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ആചാര്യസ്വാമി പറയുന്നത് അവിടെയൊന്നുമല്ല. ഇത് എല്ലാത്തിനെയും വിടാനുള്ള ധ്യാനമാണ്, ഒന്നിനെയും പിടിക്കാനുള്ള ധ്യാനമല്ല. മറ്റേ ധ്യാനങ്ങളെല്ലാം എന്തെങ്കിലും ലഭിക്കാനുള്ള ധ്യാനമാണ്. ഇവിടത്തേത് അതല്ല പറയുന്നത്. ഈ സുഷുപ്തിയിൽ എല്ലാം ത്യജിച്ചിട്ടുള്ള സുഖമാണ്. അതാണ് മോക്ഷം. അതിൻ്റെ ശരിയായിട്ട് ജാഗ്രത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടാകും. നമുക്കറിയില്ല, കാരണം നമ്മളങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളതിനാണല്ലോ പഠിക്കുന്നത്. ജാഗ്രത്തില് എല്ലാം ത്യജിച്ച് ഉള്ള ഒരു സുഖമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും വിടാൻ പറ്റുന്നില്ല. അതല്ലേ, എന്തെങ്കിലും ഒന്ന് വിടാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും നാളായിട്ട്. എല്ലാം വിട്ടാലാണ് ആ സുഖം കിട്ടുന്നത്. ഒന്നും വിടാൻ പറ്റിയിട്ടില്ല. പിടിമുറുക്കുന്നില്ല. ഇപ്പൊ അത്രയും വരെ എത്തിയിട്ടുണ്ട്. പിടിമുറുകുന്നത് കുറച്ചിട്ടുണ്ട്. അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് നമ്മൾ പിന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ത്യജിക്കൽ മുഴുവനായിട്ടില്ല. പോക്കറ്റിലുള്ള പൈസ ത്യജിക്കണമെന്ന് മനസ്സുണ്ടെങ്കിലും ഇപ്പൊ ത്യജിക്കാൻ പറ്റാറുണ്ടോ? പറ്റാറില്ല. പലതിനെയും ത്യജിക്കാൻ പറ്റാറില്ല, ഇപ്പോഴും സാധിക്കുന്നില്ല. ആയി വരും, ഭഗവാൻ അനുഗ്രഹിക്കും, ഭഗവാൻ ബാബ തരും. എപ്പോ ഇത് കാക്ഷിക്കണം. മുമുക്ഷുവായിട്ട് തന്നെ മുന്നോട്ട് പോകണം. മുമുക്ഷുവായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകും. ഒരു ഉറപ്പിച്ചിരിക്കണം. യദ്ഭാവം തദ്ഭവതി എന്നാ പറയുന്നത്. എങ്ങനെയാണോ ഭാവം അതുപോലെ ആകും, ഉറപ്പാണ്. നമ്മളിപ്പോ കുറച്ചു പേരേ ഉള്ളൂ, എന്നാൽ ശരി, ഒരു കുഴപ്പമില്ല. ആ ഉള്ള ആൾക്കാര് യഥാർത്ഥമായിട്ട് ഇത്രയും നാൾ നമ്മൾ ക്ലാസ്സിൽ മുടങ്ങാതെ വരുന്ന ആൾക്കാരാണ്. നമുക്ക് ഭഗവാൻ നല്ല ഗ്രന്ഥങ്ങൾ കൊണ്ടുതരുന്നു. നമുക്ക് പതുക്കെ തീർച്ചയായിട്ടും ഈ വഴിയിൽ കൂടെ മുന്നോട്ട് പോകണം. പതുക്കെ ത്യാഗബുദ്ധി വളർത്തിയെടുക്കണം. ത്യാഗൈനേകേ അമൃതത്വമാനസഹു എന്ന് ആ മന്ത്രത്തിലുണ്ടല്ലോ.
ന കർമ്മണാന പ്രജയാ ധനേന ത്യാഗൈനൈകേ. അവിടെ പറയുന്നു ത്യാഗം കൊണ്ട് മാത്രമേ അത് വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ത്യാഗം കൊണ്ട് അറ്റാച്ച്മെന്റ് പോകുള്ളൂ. അറ്റാച്ച്മെന്റ് പോകണമെങ്കിൽ ത്യാഗം വരണം, എന്നാൽ അല്ലാതെ പറ്റില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ആ സുഷുപ്തിയില് എല്ലാം ത്യജിച്ചിട്ടുള്ളൊരവസ്ഥയാണ്. മനഃപൂർവ്വമല്ല അവിടെ. അവിടെ വ്യത്യാസം എവിടെ വെച്ചാൽ നമ്മളായിട്ട് മനഃപൂർവ്വം ത്യജിച്ചതല്ല ആ സുഷുപ്തി. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ സൃഷ്ടിയിലും ഓരോ ജീവനിലും ഓരോ ശരീരത്തിലും ഭഗവാൻ ഓരോ ദിവസവും കൊടുത്തിരിക്കുന്ന ഒരു സംഗതി. കാരണം പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് ഉണരണ്ടേ, അതിനുള്ള ഒരു ചാർജിങ്. പിറ്റേ ദിവസം രാവിലെ ശക്തമായിട്ട് പൂർവാധികം ശക്തമായിട്ട് ജാഗ്രതയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് കുറഞ്ഞു. രാവിലെ എല്ലാ ജോലി കൊണ്ടെല്ലാം കൊണ്ടും ചാർജ് കുറഞ്ഞു. ഓവർ സംസാരവും പലതും കൊണ്ട് ചാർജ് അങ്ങ് കംപ്ലീറ്റ് പോയി അതിനെ വീണ്ടും ഭഗവാൻ ചാർജ് ചെയ്ത് തരും. ബാറ്ററി ചാർജ് ചെയ്ത് രാവിലെ വീണ്ടും നമ്മൾ തുടങ്ങും. അപ്പോ അത് മനഃപൂർവ്വമല്ല, അത് ഈശ്വര സൃഷ്ടിയിൽ തനിയെ ഉള്ളതാണ്. നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും പറ്റില്ല. ഉറങ്ങാണ്ടെന്ന് വിചാരിച്ചാൽ പറ്റുമോ? എത്ര നേരം പറ്റും ഉറങ്ങാണ്ടെന്ന് വിചാരിച്ചാൽ? ചില ശിക്ഷകൾക്ക് അങ്ങനെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. കുറ്റം തെളിയിക്കാനായിട്ട് ദേഹോപദ്രവം ചെയ്യാതെ കൊണ്ട് കുറ്റം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില മുറകൾ, അതായത് നന്നായിട്ട് എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ട് കുറ്റവാളിയെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് വൃത്തിയായിട്ട് കുളിപ്പിച്ചങ്ങ് ഇരുത്തി നിറയെ ഭക്ഷണവും കൊടുക്കും. അപ്പൊ എന്താ സാധാരണ നിലയ്ക്ക് സംഭവിക്കുക? നല്ല ഉറക്കം വരും. ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, ഒരു തരത്തിലും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അയാളെ വേറെ അടിക്കുന്നു, ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, അയാൾ അടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഉറക്കാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്താലും ഉറക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അതൊരു ദിവസം 2 ദിവസമൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അയാൾ അവസാനം ആ സത്യമല്ല അയാൾ വിളിച്ചു പറയുന്നത്. എനിക്കൊന്ന് കണ്ണ് ഞാനൊന്ന് അടയ്ക്കട്ടെ, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് സകല സത്യവും വിളിച്ചു പറയും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ശിക്ഷാ മുറയെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, വളരെ ശരിയാണ്. ഉറക്കമില്ലാതെ അങ്ങോട്ട് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല ഉറക്കമില്ലാതെ. അപ്പോ ഭഗവാൻ തന്നിരിക്കുന്ന ആ ഒരു വലിയ ഒരു ഗിഫ്റ്റാണ് ഉറക്കം. അപ്പോ ആ ഡിസ്ഐഡന്റിഫൈ ചെയ്യുന്ന സുഖം ആഴ്ന്ന ഉറക്കത്തിലാണ്. ആ ലയത്തിൽ ഇത് രണ്ടുമില്ല. ഏതാ? ജാഗ്രതയുമില്ല, സ്വപ്നവുമില്ല. ലയം സത്യമാണോ? ആ ലയം സത്യമാണോ? അവിടെ നമുക്ക് ചോദിക്കാമല്ലോ, ആ ലയം സത്യമാണോ? ശരിക്കും ഇതെല്ലാം ഇല്ലാണ്ടായോ? ഉടന്നു കഴിഞ്ഞതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ആ ലയം സത്യമാണോ? അല്ല. ജാഗ്രതയിൽ ലയമുണ്ടോ? ജാഗ്രതയിൽ ലയമില്ല. നമ്മളല്ലാതെ ഇരിക്കുക, ലയമില്ലാതിരിക്കുക. അതായത് ഒരു അവസ്ഥയിലുള്ള ഒന്നും, ഇവിടുത്തെ സാരം അതാണ്, ഒരു അവസ്ഥയിലുള്ള ഒന്നും മറ്റൊരു അവസ്ഥയിൽ പ്രയോജനപ്പെടുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഒരു അവസ്ഥയിൽ ഉള്ള യാതൊന്നും മറ്റൊരവസ്ഥയിൽ പ്രയോജനപ്പെടുന്നില്ല. ശരി, പ്രയോജനപ്പെടണ്ട, മനസ്സിലായി. അതുകൊണ്ട് എന്താ അവിടെയാണ് പറയുന്നത്, ആയതിനാൽ ഒരു അവസ്ഥയിലുള്ള ഒന്നും മറ്റൊരു അവസ്ഥയിൽ പ്രയോജനപ്പെടുന്നില്ല. ആയതിനാൽ 3 അവസ്ഥയിലും അനുഭവിക്കുന്നത് എല്ലാം മിഥ്യ എന്ന് പറയാം. അവിടെയാണ് അത് കൊണ്ട് കെട്ടിയത്. 3 അവസ്ഥയിലും എല്ലാം മിഥ്യ. ഈ ശ്ലോകത്തില് ഒരവസ്ഥയിലുള്ളത് മറ്റൊരവസ്ഥയിൽ പ്രയോജനപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി തരികയാണ് ആചാര്യസ്വാമി ചെയ്യുന്നത്. ഏറ്റവും നല്ല രസകരമായ ഒരു ശ്ലോകം. സ്വപ്നഃ ജാഗരണേ അലീകഃ. സ്വപ്നോ ജാഗരണോ ലീക എന്നുള്ളതിന് സ്വപ്നഃ ജാഗരണേ അലീകഃ. സ്വപ്നഃ, സ്വപ്നത്തിലുള്ള, അവിടെ മനസ്സിലാക്കേണ്ടത് സ്വപ്നഃ എന്ന് പറയുമ്പോൾ അവിടെ സ്വപ്നത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്നറിയാം. ജാഗരണേ, ജാഗ്രത് അവസ്ഥയിൽ സ്വപ്നത്തിലുള്ള എല്ലാ വസ്തുക്കളും ജാഗരണേ, ജാഗ്രത അവസ്ഥയിൽ. അലീകഃ എന്നുള്ളത് അഭാവഃ എന്നുള്ള അർത്ഥം. അലീകഃ അഭാവഃ, ഇല്ലാത്തത്, ഇല്ല എന്നർത്ഥം. നാസ്തി എന്നാണ് അതിന്റെ അലീകഃ. സ്വപ്നേ അപി ജാഗരഃ നഹി നഹി ന അസ്തി. സ്വപ്ന അവസ്ഥയിൽ ജാഗ്രത്തിലുള്ളതൊന്നുമില്ല. സ്വപ്നേബി ജാഗരോ നഹി, ജാഗരഃ നഹി എന്നും പറയുന്നുണ്ട്. അപ്പോ സ്വപ്നത്തിലുള്ളതൊന്നും
ജാഗ്രത്തിലുമില്ല, ജാഗ്രത്തിലുള്ളൊന്നും സ്വപ്നത്തിലും ഇല്ല. ദ്വയം ലയേ നാസ്തി. ദ്വയം ഏവ, സ്വപ്നത്തിലും ജാഗ്രത്തിലും. ദ്വയമേവ, രണ്ടിലും. ലയേ, സുഷുപ്തി, നാസ്തി, ഇല്ല. രണ്ടിലും സുഷുപ്തി ഇല്ല, ലയമില്ല. സ്വപ്നത്തിലും ജാഗ്രത്തിലുമുള്ള ഒന്നും സുഷുപ്തിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. അതൊന്നും സുഷുപ്തിയിൽ വരുന്നില്ലല്ലോ. അനുഭവവും ഇല്ല, പ്രയോജനവും ഇല്ല. അല്ലെ? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം സത്യമാണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം നേരത്തെ പറഞ്ഞു. എന്താണ്? നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ സത്യം എന്ന തോന്നൽ എന്താണ്? അനുഭവവും പ്രയോജനവും. ഒരു വസ്തുവിന്റെ അനുഭവവും പ്രയോജനവുമാണ് നമ്മൾ അത് സത്യമാണ് എന്ന് ഇത്രയും കാലം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അനുഭവമുണ്ടല്ലോ, പ്രയോജനമുണ്ടല്ലോ, അതുകൊണ്ട് അത് സത്യമല്ലേ? ഇതല്ലേ നമ്മുടെ ചോദ്യം? എപ്പോഴും നമ്മുടെ ചോദ്യം തന്നെ. അനുഭവമുണ്ട് സാറേ, സത്യമാണത്, സംശയമില്ല. അതിന് പ്രയോജനവുമുണ്ട്, പിന്നെ എങ്ങനെ ഇതൊക്കെ മിഥ്യവും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, അനുഭവവുമില്ല, പ്രയോജനവുമില്ല. ഒരവസ്ഥയിലെ അനുഭവവും പ്രയോജനവും മറ്റവസ്ഥയിലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. രണ്ടവസ്ഥയിലേതും മൂന്നാമത്തെ അവസ്ഥയിലും ഇല്ല. അങ്ങനെ എല്ലാം മിഥ്യ. അപ്പൊ നല്ല ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ബെഡ് മേടിച്ചു. കിടക്കുമ്പോ സൂപ്പർ സോഫ്റ്റാണ്. അതിനകത്ത് കിടക്കുമ്പോ അത് ആ മേടിച്ച ബെഡിനെ അനുഭവിക്കണമെങ്കിൽ എങ്ങനെയാ പറ്റുക? അത് നല്ലൊരു ഉദാഹരണം അവിടെ പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്, ഗുരുനാഥൻ പറഞ്ഞതാ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ് മേടിച്ചു, അതിൽ കിടന്നു. അതിന്റെ അനുഭവം എങ്ങനെയാണ്? അത് അനുഭവിക്കണം. ആ ബെഡിനെ അനുഭവിക്കണമെങ്കിൽ എങ്ങനെയാണ് ബെഡിനെ അനുഭവിക്കാൻ പറ്റുക? അത് ഉറങ്ങാതെ കിടന്നാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഉറങ്ങിയ പിന്നെ വല്ല അനുഭവം ഉണ്ടോ? ഇല്ല. അപ്പോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മേടിച്ച ആ ബെഡ് അനുഭവിക്കണമെങ്കിൽ അതിൽ ഉറങ്ങാതെ കിടക്കണം. ബെഡ് എന്തിനുള്ളതാ? ഉറങ്ങാനുള്ളതാണ്. അപ്പോ ആ അനുഭവം അവിടത്തെ നല്ല രസകരമാണ് ആലോചിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഉറങ്ങാതെ അതിൽ കിടന്നാലേ ആ ബെഡിനെ അനുഭവിക്കാൻ പറ്റും. ഉറങ്ങിക്കഴിഞ്ഞാൽ എവിടെ കിടന്നാലും ഉറങ്ങിയ ഒരുപോലെയാണ്. ഉറക്കത്തിൽ ഇതൊന്നും പ്രശ്നമല്ല, ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ആൾക്കാർ കിടന്നുറങ്ങുന്നത്? എവിടെയൊക്കെ കിടന്നുറങ്ങുന്നു? ആ ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമല്ല, അവിടെ ഒന്നും ഇല്ലല്ലോ. നന്നായിട്ട് ചിന്തിക്കണം. എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എവിടെ കിടക്കണമെന്ന് ഉറക്കത്തിൽ ഓർക്കുന്നുണ്ടോ? പട്ടുമെത്തയിലാണോ, പായയിലാണോ, റോഡിലാണോ, ഇതൊന്നും ചെളിയിലാണോ, ഒന്നും ഓർക്കാറില്ല. ഉറങ്ങുമ്പോൾ ഇതൊന്നും അറിയില്ല. നല്ല ഉറക്കത്തിൽ ഒന്നുമേ അറിയുന്നില്ല, യാതൊന്നും അറിയില്ല. ജാഗ്രതയിലെയും സ്വപ്നത്തിലെയും ഒന്നും കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോ അനുഭവം വിടുമ്പോഴാണ് ഉറക്കം. അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നാം അനുഭവം സത്യം എന്ന് പറയുന്നു. തെറ്റായിട്ടാണ് പറയുന്നത്, അജ്ഞാനം കൊണ്ടാണ് പറയുന്നത്. അനുഭവം വിട്ടാൽ മാത്രമേ ഉറക്കമുണ്ടാവുകയുള്ളൂ. അതിനാണ് ഈ ബെഡിന്റെ ഉദാഹരണം പറഞ്ഞത്. നല്ല വില കൂടിയ ബെഡ്, ഭയങ്കര സോഫ്റ്റ്, അതിൽ കിടന്നു കഴിഞ്ഞ സുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇത്രയും നല്ല ബെഡ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി, എന്ത് പൂ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഉറക്കം വരുമോ? ഇല്ല. ആ അനുഭവത്തെ വിടണം, വിടുമ്പോഴേ ഉറക്കം വരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഏതിനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, അതിനെ വിടണം. ആ വിടലാണ് സുഷുപ്തിയിൽ നടക്കുന്നത്. അത് തനിയെ നടക്കുന്നൊരു പ്രോസസ്സാണ്, ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. ആ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതിനെ സ്വയം ജാഗ്രതയിൽ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ചെയ്താൽ ഈ മനസ്സ് ബ്ലാങ്ക് ആവും, ഒന്നും ഉണ്ടാവില്ല മനസ്സിൽ. അത് തന്നെയാണ് മോക്ഷം, അത് തന്നെയാണ് പൂർണ്ണ സംതൃപ്തി. എന്താണ് സംതൃപ്തി? ഒന്നും വേണ്ട എന്നുള്ളതല്ലേ സംതൃപ്തി. നമ്മളതിനൊക്കെ തെറ്റായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് ചില വാക്കുകളൊക്കെ.
തൃപ്തിയായി എന്ന് പറയുമ്പോൾ ഇനി വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അവിടെ. ഭക്ഷണം കഴിച്ചാൽ തൃപ്തിയായി എന്ന് പറയും, പക്ഷെ അടുത്ത നിമിഷം വിശക്കും, വീണ്ടും വേണം. ആ തൃപ്തി അല്ല, ഇനി ഒരിക്കലും ഒന്നും വേണ്ട എന്നൊരു തൃപ്തി വരണം. എനിക്കിനി ഒന്നിനോടും യാതൊരു ആഗ്രഹവുമില്ല, ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തില്, നിറയെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ, ധാരാളം കാര്യങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഒന്ന് ടിക്ക് ചെയ്യുക, പൂർണ്ണ സംതൃപ്തിയായി. അടുത്തത് എഴുതുക, പൂർണ്ണ സംതൃപ്തിയായി. ഇങ്ങനെ കുറച്ച് എഴുതി വന്നിട്ട് നോക്കുക, എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കുക. ഒന്നും ബാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മുക്തപുരുഷനാണ്. അതിന് അതിന് തെളിവ്, അതിന് വേറെ തെളിവൊന്നുമില്ല. മുക്തപുരുഷനാണെന്നുള്ളതിന് എന്താ തെളിവ്? ഇതങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ മതി. ലിസ്റ്റ് എഴുതിയിട്ട് എല്ലാം എഴുതി ടിക്ക് ചെയ്ത് ഒന്നുമില്ല എന്ന് വന്നാൽ മുക്തപുരുഷനാവും. നമുക്ക് 2-3 ടിക്ക് ചെയ്യാൻ പറ്റും, അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകത്തില്ല. നോർമൽ കോഴ്സിൽ പറ്റും. കുറെ കാലം കഴിയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുമ്പോൾ സാധിക്കും. അപ്പോ അനുഭവം വിടുമ്പോൾ ഉറക്കം. എവിടെ ഉറങ്ങിയാൽ എന്താ? എപ്പെട്ട കിടന്നുറങ്ങിയാലും ഉറങ്ങും. അപ്പോ ഒബ്ജക്റ്റ് ഇല്ല, ആ ഉറക്കത്തില് ഒബ്ജക്റ്റ് ഇല്ല. പായലാണോ കിടക്കണേ, മെത്തയിലാണോ കിടക്കണേ, സോഫ്റ്റ് ആണോ ഹാർഡാണോ, ഒന്നുമില്ല. ഒബ്ജക്റ്റ് അവിടെ ഇല്ല. കാരണം സ്ഥൂല ശരീര അഭിമാനം അവിടെ ഇല്ല. ഇതാണ് ശരീരാഭിമാനം. ശരീരാഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവത്തില്ല. അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിവർന്ന് തലയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നതല്ല. അതല്ല ഈ വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന അഭിമാനം എന്നുള്ള വാക്ക് അവിടെയല്ല. അപ്പോ ആ ഒരു ഒബ്ജക്റ്റും ഇല്ലാതെ സുഷുപ്തിയിൽ പോകുമ്പോൾ ശരീര അഭിമാനം ഇല്ലാതെ കണ്ടാകുന്നു. സ്ഥൂല ശരീരാഭിമാനമില്ല, ആദ്യമേ അതാണ് പോകുന്നത്. സ്ഥൂല ശരീരാഭിമാനം ആദ്യം ഇല്ലാണ്ടാവും, പിന്നെ സ്വപ്നം ഉണ്ടാവും. സ്വപ്നം കൂടെ ഇല്ലാണ്ടാവുമ്പോ സൂക്ഷ്മ ശരീര അഭിമാനവും ഇല്ലാതെ ഉണ്ടാവും. രണ്ടും പോയി കഴിയുമ്പോൾ ലയം വന്നു, അലീക്കം, അഭാവ. ഏതിന്റെ? ജാഗ്രതയിലെയും സ്വപ്നത്തിലെയും അനുഭവവും പ്രയോജനവും. ഈ 2 വാക്ക് ഓർത്തോണേ. ഏത് കാര്യത്തിനെയും നമ്മൾ പറയുന്നത് അനുഭവം പ്രയോജനം വെച്ചുകൊണ്ടാണ് സത്യം എന്ന് പറയുന്നത്. അതിനെ രണ്ടിനെയും നിരാകരിക്കുന്നതാണ് ഈ ശ്ലോകം. പിന്നെ എവിടെയാ? ഉറക്കത്തില് അഭിമാനം ഒരു സ്ഥലത്തും ഉണ്ട്. അല്ലെങ്കിൽ ഉറങ്ങുന്നവരൊക്കെ ഉറക്കത്തില് ഓക്കെയാണ്. എപ്പോഴും ഉറങ്ങിയാൽ മുക്തപുരുഷൻ എന്ന് പറയാമല്ലോ. ഉറങ്ങുന്ന ആള് മുക്തപുരുഷനാവുമല്ല. എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്ന മുക്തപുരുഷൻ എന്നാൽ രാവിലെ തൊട്ട് രാത്രി വരെ അങ്ങ് ഉറങ്ങിയേക്കാം. എനിക്ക് വേണ്ട, എനിക്ക് അപ്പൊ തന്നെ കിടക്കുക, വീണ്ടും കിടക്കുക. അങ്ങനെ ഉറങ്ങി ശീലിച്ചാൽ മുക്തപുരുഷനായിട്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതല്ല, കാരണശരീരത്തിൽ മാത്രം അഭിമാനം. ആ സമയത്ത് കാരണശരീരത്തിൽ അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ളൊരു അനുഭവത്തിൽ കൂടെയാണ് അവിടെ പറയുന്നത്. ആ കാരണശരീരമാണ് ഞാൻ എന്നവിടെ പറയിക്കുന്നത്. അപ്പോ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് കാരണശരീരത്തിൽ മാത്രം, ജന്മത്തിന് കാരണമായ, ഈ ജന്മത്തിന് കാരണമായല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. കാരണശരീരം ബെഡിൽ കിടന്നോ? ഇല്ല, കാരണശരീരം ബെഡിൽ കിടന്നിട്ടില്ല. പിന്നെ ആരാ കിടന്നത്? സ്ഥൂല ശരീരമാണ് ബെഡിൽ കിടന്നത്. ഈ സ്ഥൂല ശരീരം. എന്നിട്ടോ സ്ഥൂല ശരീര അഭിമാനം വിടുമ്പോ പോയി, ഓക്കെ ആയി, സ്വപ്നത്തിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് സ്വപ്നത്തില് സൂക്ഷ്മ ശരീരമായിരുന്നു. നമ്മൾ തന്നെ പല രീതിയിൽ, നമ്മളിപ്പോൾ ഉള്ള രീതിയിലല്ലാത്ത ശരീരം, നല്ല കുറച്ചുകൂടെ സുന്ദരനായിട്ടും സുന്ദരിയായിട്ടും ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിട്ടൊക്കെ കാണാറുണ്ട്. ചിലര് ജനകന്റെ കാര്യം പറഞ്ഞ പോലെ തീർത്തും മോശമായിട്ടും കാണാറുണ്ട്. അപ്പൊ ഏതാ? ആ സ്വപ്നത്തില് സൂക്ഷ്മ ശരീരമാണ് ഇരിക്കുന്നത്. ആ സൂക്ഷ്മ ശരീരവും പോകുന്നു. അപ്പോഴോ കാരണശരീരത്തിൽ ഇരിക്കുന്നു. കാരണശരീരത്തിൽ ഇരിക്കുമ്പോ ജാഗ്രതമില്ല, സ്വപ്നവുമില്ല. ലയേ നാസ്തി, ലയത്തിൽ ഇല്ല. എന്ത്? ജാഗ്രതും സ്വപ്നവും ഇല്ല. അപ്പോൾ ലയം സത്യമോ? അടുത്ത ചോദ്യമാണ്. ലയം സത്യമോ? അപ്പോഴാണ് ചോദിക്കുക, ഇഗ്നോറൻസ് സത്യമോ? ലയം സത്യമോ, ഇഗ്നോറൻസ് സത്യമോ? ലയഹ അപി ഉഭയോഹോ നച്ച. ഈ ഉറക്കവും ഈ 2 അവസ്ഥകളിൽ
ഇല്ല. ജാഗ്രത്തിലും ലയം ഇല്ല, സ്വപ്നത്തിലും ലയം ഇല്ല. ഈ ശ്ലോകത്തില് ആചാര്യസ്വാമികള് വ്യക്തമാക്കുന്നത് ഒരു അവസ്ഥയിൽ ഉള്ളത് മറ്റൊരു അവസ്ഥയിൽ ഇല്ല. അത് പറയാനാണ് ഈ ശ്ലോകം മുഴുവൻ വന്നത്. എല്ലാത്തിൽ നിന്നും ഫ്രീഡം ലയത്തിലുണ്ട്. ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ഫ്രീഡം ഉണ്ട് ലയത്തില്. അതിനാൽ ലയത്തെ മോക്ഷത്തിന് ഒരു ഉദാഹരണമാക്കാവുന്നതാണ്. അത്രേ പറ്റുള്ളൂ. ആ ലയത്തെ, ഏത് ലയത്തെ? കാരണശരീരത്തിൽ ലയിച്ചിരിക്കുന്നതിനെ ഒരു ഉദാഹരണമാക്കാം. അതല്ല മോക്ഷം, പക്ഷെ ഒരു ഉദാഹരണമാക്കാം. എല്ലാം ത്യജിച്ചിട്ടുള്ള ഒരവസ്ഥ. പക്ഷേ എന്താ കുഴപ്പം? എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയാൽ പോരെ? അത് നേരത്തെ നമ്മളെ ഇതിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചാൽ പറ്റില്ല. കാരണം അജ്ഞാനം നമ്മളിലുണ്ട്. അജ്ഞാനം മാറാത്തത് കൊണ്ട് വീണ്ടും സംസാരത്തിലേക്ക് പ്രവേശിക്കും. നല്ല ആഴ്ന്ന ഉറക്കത്തിന് ശേഷം വീണ്ടും സംസാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം അജ്ഞാനമാണ്. വീണ്ടും ജാഗ്രത്തിലേക്ക് വരും, സംസാരിയാകും. അപ്പോ ജാഗ്രത്തിലേക്ക് വരുന്നു, സംസാരിയാകുന്നു. കാരണം അജ്ഞാനം. അപ്പൊ ഇതിനൊക്കെ അപ്പുറമുള്ളൊരു മാനസികാവസ്ഥയാണ് ജ്ഞാനം. അതാണ് അത് മനസ്സിലാക്കാനാണ് അതൊക്കെ പറയുന്നത്. ഇതിനപ്പുറമുള്ളൊരു മാനസികാവസ്ഥയാണ് ജ്ഞാനം. ജ്ഞാനം എവിടെ ഉണ്ടാവുന്നത്? മനസ്സിലാണ് ഉണ്ടാകേണ്ടത്, പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല. അതാണ് നേരത്തെ നമ്മൾ പറയുന്നത്. സംസാരത്തിൽ നടക്കാം. ജപഹാരക്ഷമഹ എന്നുള്ള കാര്യം ഓർത്തോണം. അത് കഴിഞ്ഞിട്ട് സ്വമഹിംനി എന്നുള്ളത് ഓർത്തോണം. അന്യതാസിദ്ധ ഓർത്തോണം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ച് അരിച്ചു ഉരിച്ചെടുത്തിട്ട് വേണം നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ. ജ്ഞാനി ജാഗ്രതയിൽ തന്നെ ലയം അനുഭവിക്കുന്നു. അതാണ് അതിന്റെ കാതലായിട്ടുള്ള കാര്യം. അതാണ് ജ്ഞാനി ജാഗ്രതയിൽ തന്നെ ലയം അനുഭവിക്കുന്നു. അതാണ് മോക്ഷം. അതാണ് പൂർണ്ണ സംതൃപ്തി. അതാണ് ശരിക്കും മുക്തി, മുക്ത പുരുഷൻ. അതാണ് ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. ഒരവസ്ഥ, ആ അവസ്ഥയിൽ മാത്രം. ജാഗ്രത്തിൽ മാത്രം, സ്വപ്നം സ്വപ്നത്തിൽ മാത്രം. ആഴ്ന്ന ഉറക്കത്തിൽ ഇപ്പൊ ഒരു ഇത് പറയും, കള്ളൻ കള്ളനല്ലാതാകുന്നു എന്ന് പറയും. ചോരാഹ അചോരാഹ ഭവന്തി. ആരുമല്ലാതായി തീരുന്നു. ഉറക്കത്തിൽ ആരുമല്ല. ഉറക്കത്തിൽ കള്ളനല്ല. നമ്മൾ ഉറക്കത്തിൽ ആരുമല്ല. ആഴ്ന്ന ഉറക്കത്തില് ആരുമല്ല. എല്ലാം ബ്രഹ്മം, എല്ലാം ലയിച്ചിരിക്കുന്നൊരവസ്ഥ. ഏതവസ്ഥയിലെ വസ്തുവും മുഴുവനായി അനുഭവിക്കാൻ പറ്റുന്നതോ പ്രയോജനം തരുന്നതോ അല്ല. ഇത് അടിയവരേറ്റവും ഓർക്കുക. ഏതവസ്ഥയിലെ വസ്തുവും മുഴുവനായി അനുഭവിക്കാൻ പറ്റുന്നതോ പ്രയോജനം തരുന്നതോ അല്ല. അത് മിഥ്യയാണ്. എല്ലാ അവസ്ഥയിലും അനുഭൂത അല്ല. എല്ലാ അവസ്ഥയിലും ഒരു അവസ്ഥയിൽ അനുഭവിക്കുന്ന മറ്റൊരു അവസ്ഥയിൽ അനുഭൂതമായിരിക്കണം സത്യമാണെങ്കിൽ. സത്യമല്ലാത്തത് കൊണ്ടാണ് മറ്റൊരവസ്ഥയിലേക്ക് കിട്ടാത്തത്. അത് തന്നെയാണ് മിഥ്യ എന്ന് പറയുന്നത്. ഉണ്ടെന്ന് തോന്നും, യഥാർത്ഥമല്ല. അനുഭൂത അല്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. വ്യവഹാരക്ഷമ അല്ല. ഒരു അവസ്ഥയിലെ വസ്തു മറ്റൊരവസ്ഥയിൽ അനുഭൂത അല്ല, വ്യവഹാരക്ഷമ അല്ല. സ്വപ്നത്തിലേത് വേറെ അവസ്ഥയിൽ പ്രയോജനം ചെയ്യാത്തതുപോലെ ജാഗ്രത്തിലേതും ആ സമയത്ത് മാത്രം അനുഭവത്തിൽ വരുന്നു. ആ നേരം മാത്രം പ്രയോജനമാകയാൽ അത് മിഥ്യ. ഈ സത്യം അടുത്ത ശ്ലോകത്തിൽ വീണ്ടും ആചാര്യസ്വാമി പറഞ്ഞു തരുന്നു. ഭഗവാൻ അനുഗ്രഹിച്ച് ഇനിയും ധാരാളം ആചാര്യസ്വാമികളുടെ ഉപദേശങ്ങൾ പഠിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ ബാബ ഓരോരുത്തരെയും ആ മോക്ഷത്തിലേക്ക് നയിക്കലാണ് ഭഗവാന്റെ ലക്ഷ്യം. അതിനാണ് ഭഗവാന്റെ അവതാരം. നമുക്ക് ഭഗവാനെ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഈ ജന്മത്തിലെ എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ്. ഒരു അവതാരത്തെ നമുക്ക് നേരിട്ട് കാണുവാനും ആ അവതാരവാണി ശ്രവിക്കുവാനും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ് മനുഷ്യജന്മത്തിന്റെ എന്ന് പറഞ്ഞു തരാനും പറഞ്ഞു തരാനും അത് മനസ്സിലാക്കാനും നമുക്ക് ഭാഗ്യം കിട്ടിയത് ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മളെ
കൈപിടിച്ച് ഭഗവാൻ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം സർ. സായിറാം. സായിറാം. സായിറാം സർ. സായിറാം. സായിറാം സർ. സായിറാം. സായിറാം സർ.